സാമൂഹിക നീതിയെക്കുറിച്ച മതങ്ങളുടെ കാഴ്ചപ്പാടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അതിലൊന്നൊരു കാര്യം ഈ സദസ്സിൽ നിശ്ചയമായും ബോധ്യപ്പെട്ടിരിക്കും. അതിലൊന്ന്, മതങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ, അല്ലെങ്കിൽ നിരന്തരമായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ, മനുഷ്യ ജീവിതത്തിൽ ഇടപെടേണ്ടതില്ലാത്ത, സാമൂഹ്യ നീതി പോലെയുള്ള കാര്യങ്ങളിൽ ഒന്നും ചെയ്യാനില്ലാത്ത എന്തോ ചില വിശ്വാസാചാരങ്ങളാണ് എന്ന ധാരണയാണ് ഇവിടെ തിരുത്തപ്പെട്ടിരിക്കുന്നത്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള സനാതനധർമ്മം, ഒരുപക്ഷെ അതിന് പഴക്കം നിർണ്ണയിക്കാൻ കഴിയില്ല. ആ സനാതനധർമ്മമായാലും പൊതുവെ സെമിറ്റിക് മതങ്ങളെന്ന് പറയപ്പെടുന്ന യഹൂദ മതമോ ക്രിസ്തു മതമോ ഇസ്ലാമികമോ ഏതായിരുന്നാലും എല്ലാം സാമൂഹ്യ നീതിയെക്കുറിച്ചും വളരെ സ്പഷ്ടവും കൃത്യവുമായ അധ്യാപനങ്ങൾ ആ മതങ്ങളിൽ ഉണ്ട് എന്നതിന് വളരെ ചെറിയ ചില മാതൃകൾ മാത്രമാണ് ഇത് അവതരിപ്പിക്കുന്നത്. സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്, ഇതുപോലെയുള്ള ഒരു സദസ്സിൻ്റെ എല്ലാവിധ പരിധികൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ചില സൂചനകൾ, അതും സദസ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ നൽകുകയാണ്. പക്ഷേ ആ സൂചനകൾ ധാരാളമാണ്. നമ്മുടെ ചിന്തയെ മറ്റൊരു വഴിക്ക് തിരിച്ചുവിടാൻ അത് തീർത്തും പര്യാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കിയൊക്കെ ഇനി നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അല്ലാതെ ഇതുപോലെ ഒരു പരിധി നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച ഒരു പരിപാടിയിലെല്ലാം മതങ്ങളുടെയും അന്തസ്സത്തെയും കാഴ്ചപ്പാടുകളും പഠിപ്പിച്ചു കളയാമെന്ന് ലോകത്താരും കരുതുകയില്ല. സംഘാടകരും അത് ഉദ്ദേശിച്ചിരിക്കുകയും. അതേ അവസരത്തിൽ വലിയൊരു സാന്ദർഭികമായ പ്രസക്തി കൂടി ഈ വിഷയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ബഹുമാനായ അച്ഛൻ അത് അവസാനമായി സൂചിപ്പിച്ചു. ഞാൻ അവിടെ തുടങ്ങും. ലോകമാകെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണിയിൽ അമേരിക്കയെയോ പരിഷ്കൃത സമൂഹങ്ങളെയോ മാത്രമല്ല, നമ്മുടെ രാജ്യത്തെയും അതുപോലെ മൂന്നാം ലോക രാജ്യങ്ങളെയും ഒക്കെ അത് ഏതോ അളവിൽ ബാധിച്ചുകൊണ്ടിരിക്കും. ഇത്തരം മൗലികവും മാനുഷികവുമായ ഒരു പ്രശ്നത്തെ സമീപിക്കേണ്ടത് ആ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായവർ തന്നെയാണ്. തീർച്ചയായും അത് മനുഷ്യനിർമ്മിതമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല. മനുഷ്യനിർമ്മിതമായ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിച്ചവർ തന്നെയാണ് അത് പരിഹരിക്കേണ്ടത്. അതിൽ പങ്കാളിത്തം നേർക്കുനേരെ ഇല്ലാത്തവർ ഏറ്റവും ചുരുങ്ങി അതിനെപ്പറ്റി മിണ്ടേണ്ടതില്ല എന്ന വളരെ അബദ്ധജടിലമായ ഒരു സമവാക്യം ഇവിടെ എങ്ങനെയോ ഉണ്ടായിപ്പോയിരുന്നു. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാൽ, അപ്പോൾ ഇതുപോലുള്ളൊരു വേദി രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് വേണം ചില ആൾക്ക് തോന്നാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? കുടിവെള്ളത്തിൽ രാഷ്ട്രീയമില്ലേ? ഭക്ഷണത്തിൽ രാഷ്ട്രീയമില്ലേ? വസ്ത്രത്തിൽ രാഷ്ട്രീയമില്ലേ? വിദ്യാഭ്യാസ രാഷ്ട്രീയം അല്ലാതെ വേറെ എന്തുകൊണ്ട്? അപ്പൊ എല്ലാറ്റിനും രാഷ്ട്രീയമുണ്ട്. മനുഷ്യജീവിതത്തെ മുഴുവൻ ഇന്ന് സമഗ്രമായി നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയം, അധികാരമാണ്, നിയമങ്ങളാണ്. അപ്പോ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് മാനവികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട്. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെന്നോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെന്നോ വിവരിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്നവർക്ക് പതിച്ചു നൽകി മഹത്തായ മാനവികതയുടെ സന്ദേശം ഉയർത്തുന്ന മതങ്ങൾക്കോ മതത്തിന്റെ ആളുകൾക്കോ ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മാത്രമല്ല, ചെയ്യരുത്, വിലക്കണം, നോ എൻട്രിയാ, അങ്ങോട്ട് കിടക്കരുത്. അവരതിനെക്കുറിച്ചൊന്നും ഒരഭിപ്രായവും പറയരുത്. അഭിപ്രായം പറഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടോ? മതം എവിടെയാണോ അവിടെ കുഴപ്പമുണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവും. സംഘർഷവും സംഘട്ടനവും യുദ്ധങ്ങളുമാണ് മതത്തിന്റെ ബാക്കി പത്രം എന്ന് നിരന്തരമായി സമൂഹത്തെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. സത്യം എന്താ? ഒരു ഹിന്ദുമതത്തിൽ പിറന്ന ഒരു മനുഷ്യനും മുസ്ലിം സമുദായത്തിൽ പിറന്നവനും തമ്മിൽ എന്തോ കാരണത്തിന് വഴക്കുണ്ടായാൽ അത് ഹിന്ദു മുസ്ലിം സംഘടനമാണ്. ഒരു മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും തമ്മിൽ ഇനി കൊലപാതകം തന്നെ നടന്നാലും മാർക്സിസവും മതേതര സോഷ്യലിസവും ഏറ്റുമുട്ടുന്നു ഞാനടക്കമുള്ള ഒരു ജന്റേതടക്കമുള്ള ഒരു പത്രത്തിൽ തലക്കിട്ട് വരാറില്ല, വരില്ല. അവിടെയൊന്നും പ്രത്യയശാസ്ത്രത്തിനോ ദർശനത്തിനോ ഒരു ഉത്തരവാദിത്വമില്ല. എന്നാൽ മതത്തിന്റെ എന്തോ പശ്ചാത്തലം ഉണ്ട് എന്ന് കരുതിയാൽ മതി, ഉടനെ തന്നെ അതിന്റെ എല്ലാ വരുംവരായ്വുകളും മതങ്ങൾ ഏറ്റെടുത്തുകൊള്ളണമെന്നുള്ള ഒരു അലിഖിതമായ പാരമ്പര്യ നിയമവും ഒരു കീഴ്വഴക്കൂടെ വന്നുപോയിട്ടുണ്ട്. തിരുത്തിയ മതിയാണ്. ഇവിടെ ഇരിക്കുന്ന ആകെ മതവിശ്വാസികളായതുകൊണ്ടോ
അല്ലെങ്കിൽ പുരോഹിതന്മാരോ സഭാപിതാക്കളോ ഒക്കെ ആയതുകൊണ്ടോ പറയല്ല. ലോകത്ത് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെയും ഞാൻ വിശ്വസിക്കുന്നു ഇനി ലോകാന്ത്യം വരെയും മനുഷ്യന് വിശ്വാസം ഉണ്ടാവും. തീർച്ചയായും അവൻ വിശ്വാസിയായിരിക്കും. അവിശ്വാസി എന്ന് പറയുന്നവനും വിശ്വാസിയായിരിക്കും. വിശ്വാസത്തിൽ നിന്ന് മുക്തമായ ഒരവസ്ഥ ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു ലോകത്തിനോ ഒരു കാലത്തുണ്ടായിട്ടില്ല. അത് എന്ത് വിശ്വാസം എന്നുള്ള ചോദ്യം വരെ. അപ്പോൾ അവിടെ മതത്തിന്റെ ഇടപെടൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിക്കണമെന്ന് തന്നെയാണ്. വിശ്വാസം തന്നെയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന ബൈബിൾ വാക്യം സ്ഥിരമായിട്ട് തെറ്റായ അർത്ഥത്തിൽ ഉദ്ധരിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ് മനുഷ്യരെ രക്ഷപ്പെടുന്നത്, വേറെ എന്താ? ആ വിശ്വാസം പക്ഷെ എന്താണ്? അത് അന്ധവിശ്വാസമല്ല, അവിശ്വാസവുമല്ല, രണ്ടിനും മധ്യമാണ് നിൽക്കുന്നത്. യുക്തിസഹമല്ലാത്ത മനുഷ്യബുദ്ധിക്ക് വഴങ്ങാത്ത എന്തോ ചിലതുള്ള വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസം. അതുപോലെ എല്ലാറ്റിനെയും നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നതായ വിശ്വാസം അവിശ്വാസമാണ്, അതുമല്ല. ദൈവത്തിലാണ് മതങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവം എന്നുള്ളത് അനിഷേധ്യമായ പരമമായ സത്യമാണ്. ആ സത്യത്തെ നിഷേധിക്കാൻ ഇന്ന് വരെ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർ നശിക്കുകയല്ലാതെ ഒരിക്കലും ജീവിച്ചില്ല. നമ്മുടെ എല്ലാത്തിൻ്റെയും അവലംബവും അത്താണിയും ദൈവം തന്നെയും. ആ ദൈവത്തെക്കുറിച്ച് ഏത് മതത്തിൻ്റെയും അടിസ്ഥാനപരമായ വിശ്വാസവും സങ്കല്പവും തീർച്ചയായും ഒന്നാണ്. സർവശക്തനായ, സർവജ്ഞനായ, കരുണാമയനായ, എല്ലാ ജീവജാലങ്ങളോടും അങ്ങേയറ്റത്തെ സ്നേഹവും കാരുണ്യവുമുള്ള ഒരു പരാശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം. അത് നിങ്ങൾ അറബിയിൽ എന്ത് പേരിട്ടാൽ നേരത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഏത് പേരിൽ വിളിച്ചാലും ദൈവത്തെ സംബന്ധിച്ചോളം ആ ദൈവം ഒന്ന് തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ അത് തന്നെ പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന അയ്യമാ തദൂ ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചാലും ദൈവത്തിന്റെ നാമങ്ങളൊക്കെ ഉത്കൃഷ്ട നാമങ്ങളാണ്. അത് അറബിയിൽ പറയുമ്പോൾ റഹ്മാൻ എന്നോ റഹീം എന്ന് പറയും. ഗാന്ധിജി പറയാറുണ്ടായിരുന്നു. ഞാൻ രാമനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മുസ്ലിം സ്നേഹിതന്മാർ തെറ്റിദ്ധരിക്കരുത്. അയോധ്യയിൽ ദശരഥന്റെ പുത്രനായി പിറന്നായ ശ്രീരാമനെ ഉദ്ദേശിച്ചാണ് ഞാൻ രാം എന്നിങ്ങനെ പറയുന്നത് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ ആരെ കുറിച്ചാണ് റഹ്മാൻ എന്നും റഹീം എന്നും പറയുന്നത് അയാൾ തന്നെ, ആ ശക്തി തന്നെയാണ് എൻ്റെ ദൃഷ്ടിയിൽ രാമൻ. രാമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലഭിപ്പിക്കുന്നവനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോകത്തിലെ സർവ്വചരാചരങ്ങളോടും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും കാരുണ്യമുള്ളവനെന്നാണ് വാക്കിനർത്ഥം. റഹീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേർക്ക് നേരെ മലയാളത്തിൽ പറഞ്ഞാൽ ഭക്തവത്സലൻ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പൊ ഭക്തവത്സലൻ എന്ന് പറയുമ്പോഴേക്ക് അതൊരു ഹിന്ദു പേരാണെന്ന് നമുക്ക് തോന്നും. ഒരു മനുഷ്യര് പെട്ടെന്ന് ഈശ്വര കരുണാമയ ഭക്തവത്സല എന്ന് പറയുമ്പോഴേക്ക് അയാൾ ഹിന്ദുവാണ്. ഞാൻ ആ സ്ഥാനത്ത് റഹ്മാന റഹീമ എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിം പോയി. ഏതത്ര എളുപ്പം! ഇതൊക്കെ നമുക്ക് പരമ്പരാഗതമായി പകർന്നു കിട്ടിയ കുറെ ധാരണകൾ. ആ ധാരണകളെയൊക്കെ അടിച്ചിടിച്ച് പൊളിച്ച് നന്നാക്കി എല്ലാം കൂടെ ഒന്നാക്കാം എന്നൊന്നുമല്ല ഞാൻ പറയുന്ന അർത്ഥം. തീർച്ചയായും സമൂഹത്തിൽ എന്നും വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു. ആ വൈവിധ്യങ്ങളാണ് ഈ സമൂഹത്തിന്റെ സൗന്ദര്യം. അതിൽ ഏറ്റവും മനോഹരമായി ഖുർആൻ പറയുന്നുണ്ട്, ദൈവം ഇച്ഛിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യരെ മുഴുവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നില്ല. ദൈവത്തിന് സാധിക്കാത്ത കാര്യമാണോ? അങ്ങനെ ചെയ്യണമെന്ന് അവൻ ഉദ്ദേശിച്ചില്ല. ദൈവം ഇച്ഛിക്കാത്തത് നിങ്ങൾ എന്തിനാണ് ഇച്ഛിക്കുന്നത്? ഈ വൈവിധ്യങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്നത് ദൈവനിശ്ചയമാണ്. ദൈവം സൃഷ്ടിയിലേക്ക് കരുതിയ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ വൈവിധ്യങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നീതിബോധത്തിന്റെ ഒന്നാമത്തെ കാര്യം. അവിടെ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുമ്പോൾ നമുക്ക് ശാഠ്യങ്ങൾ ഉണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നത് മറ്റേവനും വിശ്വസിച്ചേ പറ്റൂന്ന. അതിന് വ്യത്യസ്തമായ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എനിക്കത് സഹിക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന ഒക്കെയും അനീതിയായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. മറിച്ച് എന്നെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ് അയാളും. അയാൾക്കും ദൈവം തമ്പുരാൻ വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട സത്യമാണ് അദ്ദേഹം അംഗീകരിക്കുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടത് ഞാനും അംഗീകരിക്കുന്നു എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ നീതിയായിരിക്കും. ഈ വസ്തുത വിസ്മരിച്ച് കളയുന്നതാണ് പലപ്പോഴും സമൂഹത്തിൽ സംഘടനകളും അതുപോലെയുള്ള ഭീകരപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവാൻ യഥാർത്ഥത്തിൽ കാരണമായിട്ട്. അത് എപ്പോഴൊക്കെ പ്രവാചകന്മാർ, മഹാന്മാരായ പ്രവാചകന്മാർ ചരിത്രത്തിന്റെ വിവിധ ദശാസന്ധികളിൽ
മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയോ അപ്പോഴൊക്കെയും ലോകത്ത് സമാധാനവും ശാന്തിയും പുലർന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. എപ്പോഴൊക്കെ അതിനെതിരായിട്ട് സമൂഹം നീങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ സംഘടനവും കലാപവും കുഴപ്പവും യുദ്ധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, സംശയമില്ല. വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നു, ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗം ഇല്ല. പ്രവാചകനോട് തന്നെ യോജിക്കുന്നു. സാക്ഷാൽ മുഹമ്മദ് നബിയോട് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ സത്യത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുത്ത മനുഷ്യർ. അദ്ദേഹത്തോട് ദൈവം പറയുന്നു, അഫാന്ത തുക്രിയുന്നാസത്തായ കൂനുമുഅ്മിനീൻ, വിശ്വാസികളാവാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുകയോ ചെയ്യരുത്. നിന്റെ ജോലി എന്ന് പറയുന്നത് ആളുകൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക, അവരെ ഉദ്ബോധിപ്പിക്കുക, ഇട്ടുകൊണ്ട് തീരിക്കട്ടെ. കാരണം ദൈവം അങ്ങനെ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അവിടെയും പറയുന്നു. ഇന്നാദൈനാഉസ്സബീല ഇമ്മാ ശാക്കിറൻ വഇമ്മാ കഫൂറ. മനുഷ്യന് നാം നേർവഴി കാണിച്ചു കൊടുത്തു. മതങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ, വേദങ്ങളിലൂടെ നമ്മൾ നേർവഴി ദൈവം കാണിച്ചു കൊടുത്തു. ഇനി ഒരു നന്ദിയുള്ള, കൃതജ്ഞതയുള്ള, ദൈവത്തോട് കടപ്പാടുള്ളവനായി താൻ ജീവിക്കണമോ വേണ്ടയോ എന്ന് ഓരോ മനുഷ്യനും സ്വന്തം മനസ്സാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ അവൻ ജീവിക്കട്ടെ. ഇനി ഒരുത്തരും ഞാൻ അങ്ങനെ ഒന്നും ജീവിക്കുന്നില്ല, ഗുയിമാ നന്ദി കെട്ടവനായിട്ടാണ് ജീവിക്കുന്നത്, ദൈവം പറയുന്നു അവനും ഈ ഭൂമുഖത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. സാക്ഷാൽ സാത്താനെ ജീവിക്കാൻ അനുവദിച്ചത് ദൈവമാണ്, നമ്മളാരുമല്ല. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും സ്രോതസ്സായിട്ട് നമ്മൾ പറയുന്നത് പിശാചിനെയും സ്രോതസ്സിനെയുമാണ്. ഒരു കൃത്യത്തെ പറ്റി നമ്മൾ പറയും പൈശാചിക കൃത്യം. ഈ പിശാചാരാ ദൈവത്തിന് സൃഷ്ടിയത്. അതുകൊണ്ട് അയാളും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു. ഇങ്ങനെയുള്ള ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ശാഠ്യം പിടിക്കുന്നത്? നമ്മൾ എന്തിനാണ് മറ്റൊരാൾ എൻ്റെ ആശയവും എൻ്റെ ആദർശവും എൻ്റെ വാദഗതികളും തന്നെ അംഗീകരിച്ചുള്ളൂ എന്ന് ക്ഷണിക്കുന്നു? അവിടെ പ്രശ്നം വരും. അപ്പൊ നമ്മുടെ നീതിബോധത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യമായി ഞാൻ പറയുന്നു, നമ്മൾ പരസ്പരം അംഗീകരിക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെതാണ് ഈ പറയുന്നതൊക്കെ. ഞാൻ അതിൻ്റെ ഓരോ അധ്യായങ്ങൾ ഉദ്ധരിക്കാൻ പോയാൽ പിന്നെ സമയം ധാരാളം പോകും, അതിന് ആവശ്യമില്ല. അപ്പൊ സൂചനകൾ മാത്രം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് അംഗീകരിക്കുക, അവരുടെ എല്ലാവിധ വൈജാത്യങ്ങളോടും വൈവിധ്യങ്ങളോടും കൂടി. പക്ഷെ ഒരു ഫോർമുല ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നു. അതെന്താ? സാധാരണ പലരും കേട്ടിട്ടുള്ളതാണ്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ. മനുഷ്യരെ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ അല്ലെങ്കിൽ ഒരു ആത്മാവിൽ, രണ്ടാത്മാവുകളിൽ നിന്നായിട്ട് നിങ്ങളെ നാം സൃഷ്ടിച്ചു. നേരത്തെ അച്ഛൻ ഇവിടെ പറഞ്ഞ പോലെ ആദാമിൽ നിന്ന് അവ്വായിൽ നിന്നുമായിട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് നിങ്ങളിൽ പല ഗോത്രങ്ങള്, പല ഭാഷക്കാര്, പല ദേശക്കാര്, പല വർണ്ണക്കാരൊക്കെ ഉണ്ടായി. അത് ആവശ്യമാണ്. എന്ത്? ലിതാറഫു, മനുഷ്യനൊരു മേൽവിലാസം വേണ്ടേ? 637 കോടി ജനങ്ങൾക്ക് നമ്പർ ഇട്ടാൽ വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഏഷ്യാവനങ്കരയിൽ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ മാതിരി ഏഷ്യാവനങ്കര ഇന്ത്യ രാജ്യത്ത്, കേരള സംസ്ഥാനത്ത്, തൃശ്ശൂരില് അധികാരത്ത് കുഞ്ഞുണ്ണി എന്ന് പറയുമ്പോൾ ആളത്തിരിയും. അപ്പൊ അതൊക്കെ എന്തെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മ്യത്തിലുള്ള മാനദണ്ഡമല്ല. ഒരു പ്രത്യേക ഭാഷയിൽ നാട്ടിൽ ജനിച്ചു, ഒരു പ്രത്യേക ഭാഷക്കാരനായി, അറബിയായി അല്ല അനറബിയായി എന്നോടൊരു വിശേഷവുമില്ല. പ്രവാചകൻ പറഞ്ഞ കാര്യം, കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ നേരെ തിരിച്ചോ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ. അത് നേരത്തെ ഖുർആൻ പറഞ്ഞതിന്റെ ഭാഗമാണ്. ആരാണോ യഥാർത്ഥ ഈശ്വരഭക്തിയോടുകൂടി ജീവിക്കുന്നത് അയാൾ അധമരെന്ന് ജനങ്ങൾ വിധി എഴുതിയവനായാലും കൊള്ളാം, ദൈവത്തിന്റെ കണ്ണിൽ അയാളാണ് ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. നേരെ മറിച്ച് നേരത്തെ പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അതായത് യഹൂദർ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് ഫറോവ ചക്രവർത്തിമാരുടെ 18 പരമ്പരകളായി. അതിലൊരു ഫറോവയുടെ വാദം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത്. അയാൾ എന്താ പറയുന്നത്? അനറബ്ബുക്കുമില്ലായല, നിങ്ങളുടെ പരമോന്നതനായ ദൈവം ഞാൻ തന്നെയാ, എന്നെ വന്ദിച്ചുകൊള്ളണം, എന്നെ പൂജിച്ചുകൊള്ളണം, ഞാൻ പറഞ്ഞു കേട്ടുകൊള്ളണം. ഇത് മനുഷ്യൻ ദൈവമാവുന്ന, ദൈവം ചമയാണ്. അതല്ല, ഈ മനുഷ്യൻ ദൈവം ചമയരുത്. ഇത് മനുഷ്യൻ എത്ര ഉത്കൃഷ്ടനായി വളർന്നാലും മനുഷ്യൻ തന്നെയായിരിക്കും. പക്ഷെ എല്ലാ വിശിഷ്ട ഗുണങ്ങളുമുള്ള മനുഷ്യരെ നമുക്ക് ചരിത്രം പരിചയപ്പെടുത്തിയിരുന്നുണ്ട്. തീർച്ചയായും അവരാരും തന്നെ അഹംഭാവികളായിരുന്നില്ല. ഞങ്ങളാണ് ലോകമാകെ അടക്കി ഭരിക്കുന്നതെന്ന് പറഞ്ഞ ഉത്കൃഷ്ടനായ ഒരു മനുഷ്യൻ കഴിഞ്ഞു പോയിട്ട് വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിലാണ് അവർ സംസാരിച്ചത്. അവരുടെ ജീവിതം അങ്ങേയറ്റം ലളിതമായി സുഖാഡംബരപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും മനുഷ്യന് മാതൃകയാകാൻ കഴിഞ്ഞിട്ടില്ല, കഴിയുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ചുരുക്കത്തിൽ ഈ ഏകനായ ദൈവത്തിലുള്ളതായ വിശ്വാസമാണ് മനുഷ്യ സാഹോദര്യത്തിന്റെ വിശ്വമാനവികതയുടെ അടിസ്ഥാനം നമ്മൾ കാണും.
ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് സാമൂഹ്യ നീതിയുടെ തുടക്കം കുറിക്കേണ്ടത്. എല്ലാവരെയും നമ്മൾ ഒന്നായി കാണുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക് ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും, ആ ബന്ധങ്ങൾ ഓരോന്നായി ഖുർആൻ സ്പർശിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യൻ മാതാപിതാക്കളാണ്. അവർ മനുഷ്യർക്ക് കടപ്പാടുകൾ ഒന്നാമത്തെ. ദൈവം കഴിഞ്ഞാൽ രണ്ടാമത് മാതാപിതാക്കൾ. ദൈവത്തിനല്ലാതെ നിങ്ങൾ കീഴ്പ്പെടരുത്, വിധേയരാവരുത് എന്ന് ദൈവം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നാൽ രണ്ടാമതായിട്ട് ഒബിൽ വാലിദിനി ഇഹ്സാൻ, നിങ്ങളുടെ ജനനത്തിന് ഉത്തരവാദികളായ നിങ്ങളുടെ മാതാപിതാക്കൾ, അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വേണം വർത്തിക്കാൻ. വളരെ വിശേഷിച്ച് അവർക്ക് വാർദ്ധക്യമൊക്കെ വന്നു കഴിഞ്ഞാൽ, അവരുടെ പല കഴിവുകളും ഇല്ലാതായി തീർന്നാൽ നിങ്ങൾ അവരെ ആട്ടിപ്പുറത്താക്കുകയോ ഇന്നത്തെ രീതിയിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയോ അല്ല വേണ്ടത്. നിങ്ങൾ അങ്ങേയറ്റം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്താണെന്ന് അറബി പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒരു തള്ളപ്പക്ഷി എങ്ങനെയാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകളിൽ ഒതുക്കിക്കൊണ്ട് അതിൻ്റെ വാത്സല്യവും സ്നേഹവും പങ്കിടുന്നത്, അതേ ഒരു മനസ്സോടുകൂടി വേണം നിങ്ങളുടെ ജനനത്തിനും നിങ്ങളുടെ പിറവിക്കും നിങ്ങളുടെ ഈ വളർച്ചയ്ക്കും ഉത്തരവാദികളായ മാതാപിതാക്കളോട് നിങ്ങൾ പെരുമാറുന്നത്. ഒരിക്കലും അവർക്ക് അസഹ്യമായ ഒരു വാക്ക് പോലും നിങ്ങൾ ഉച്ചരിക്കരുത്. മാത്രവുമല്ല, നിങ്ങൾ അങ്ങേയറ്റം പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സോടുകൂടി ദൈവത്തോട് പറയണം, ദൈവമേ, ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവരെത്ര സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി ഞങ്ങളെ വളർത്തി, അതുപോലെ ഇന്ന് അവർ വൃദ്ധരായി തീർന്ന ഈ സമയത്ത് നീ അവരോട് കനിയണമേ. അങ്ങനെ അവരോടുള്ള നീതിയാണത്. എന്നാൽ മാതാപിതാക്കൾക്ക് മക്കളോട് നീതിയില്ലേ? ആ നീതി മൊബൈൽ ഫോണും ബൈക്കും വാങ്ങിക്കൊടുക്കലാണോ? അല്ല, നേരെ തിരിച്ചാണ്. അതിലേറ്റവും മനോഹരമായ ഒരു ഉദാഹരണം ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നു. ഒരു പിതാവ് ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ നീതിമാനായ ഉമറിന്റെ അടുക്ക് വന്നു. എന്നിട്ട് മകനെക്കുറിച്ച് കുറെ അധികം പരാതികൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്നും അവൻ കേൾക്കുന്നില്ല. അവന് സ്വത്തൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ചോദിച്ചാൽ തിരിയുമില്ല. ഇങ്ങനെ ആകെ മക്കളെ കുറിച്ചുള്ള മകനെക്കുറിച്ച് പരാതിയുമായിട്ട് മകനെ വിളിച്ചുകൊണ്ട് ഖലീഫ ചോദിച്ചു, എന്തായി പറയുന്നത് സത്യമാണോ? അദ്ദേഹം അതിന് നേർക്കുതന്നെ മറുപടി പറയാതെ നേരെ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എന്താണ് ഒരു പിതാവിന് മക്കളോടുള്ള കടപ്പാട് എന്ന് അങ്ങ് പറഞ്ഞുരാവും? അതെ, ഒന്നാമത്തെ കാര്യം അദ്ദേഹം തൻ്റെ ഇണയെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു നല്ല ദാമ്പത്യ ബന്ധത്തിന് സഹായിക്കുന്ന ഒരു സെലക്ഷൻ അവിടെ തന്നെ നടക്കണം. അച്ഛനും അമ്മയും കൂടി ആണല്ലോ കുടുംബം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് തൻ്റെ കുഞ്ഞിനെ കുറിച്ച് അയാൾക്ക് നല്ലൊരു സങ്കല്പം വേണം. പേരിടുന്നിടത്ത് തുടങ്ങുന്നു. അത് ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ തൻ്റെ മകൻ എന്തായിരിക്കണമെന്ന ഒരു സങ്കല്പം അതിന് പിന്നിലുണ്ടാവണം. തോന്നിയ പേരിടരുത്. മൂന്നാമതായിട്ട് തീർച്ചയായിട്ടും അവരോട് വളരെ സ്നേഹപൂർവ്വം വാത്സല്യപൂർവ്വം പിതാവ് പെരുമാറിയ മതിയാവും. ഇതൊക്കെ മക്കളുടെ അവകാശവും. ഉടനെ അയാൾ പറഞ്ഞു, എന്നാലേ ആദ്യത്തെ തന്നെ അദ്ദേഹം ലംഘിച്ചു. രണ്ടാമത്തെ അയാൾ എനിക്ക് പേരിട്ടിരിക്കുന്നത് ജുവൽ എന്ന അറബി വാക്കാണ്, എന്ന് വെച്ചാൽ വണ്ട് എന്നർത്ഥം, കരിവണ്ട് എന്നാണ് വാക്കിനർത്ഥം. മൂന്നാമതായി ചെയ്തിരിക്കുന്ന ഇയാളെ ഒരിക്കലും എന്നോട് എൻ്റെ വാപ്പയാണെന്ന് അച്ഛനാണെന്ന് പിതാവാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരിക്കലും അദ്ദേഹം എന്നോട് മര്യാദ പെരുമാറി. ഉടനെ ഖലീഫയുടെ ഇടപെടൽ എന്താണ്? നീ ആദ്യം ഒരു നല്ല വാപ്പയാവാൻ പഠിക്കുക, എന്നിട്ടല്ലേ മകനെ നേരാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പരസ്പരം ബന്ധമുള്ള കാര്യങ്ങളാണ്. നീതി എന്ന് പറയുന്നത് വൺ വേ ട്രാഫിക് ഏർപ്പാടല്ല. തീർച്ചയായും മാതാപിതാക്കളോട് മക്കൾക്കുള്ള കടപ്പാട്, ആ കടപ്പാട് ലംഘിക്കാൻ ഒരു ന്യായീകരണവും ഖുർആൻ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ തന്നെയും തീർച്ചയായും മാതാപിതാക്കൾക്ക് മക്കളോട് കടപ്പാട്, ആ കടപ്പാടുകൾ നിറവേറ്റുമ്പോഴാണ് അവിടെ നീതി പൂർത്തിയാവും. ഇതോടുകൂടി കുടുംബം അവസാനിക്കുന്നില്ല, കുടുംബം തുടങ്ങുന്നേ ഉള്ളൂ. കുടുംബാംഗങ്ങളുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അതിശക്തമായിട്ട് ഖുർആൻ നിരന്തരമായി പറയുന്നത് ഞാൻ ഉദ്ധരിക്കുന്നില്ല. അയൽക്കാരാണ് അടുത്ത്. അയൽക്കാരോട് പ്രവാചകൻ നിരന്തരമായി, നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അയൽക്കാരാണ്. അയൽക്കാരെന്ന് പറഞ്ഞാൽ ആരാ? അയൽക്കാരൻ തന്നെ. തൻ്റെ അയൽപക്കത്ത് താമസിക്കുന്നവൻ, അവർ ഏത് മതസ്ഥനോ ഏത് സമുദായക്കാരനോ ആരായിരുന്നാലും ശരി, തൻ്റെ അയൽക്ക് താമസിക്കണം. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന മഹാപാപങ്ങളിൽ ഏറ്റവും ഭീകരമായ പാപം എന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ അയൽക്കാരൻ്റെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറുന്നതാണ്. കാരണം എന്താ? നിങ്ങളാണ് അവരെ സംരക്ഷിക്കേണ്ടത്. അയാളില്ലാത്ത നേരത്ത് ആ സ്ത്രീയുടെ മാനം രക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അവിടെ നിങ്ങൾ വേലി തന്നെ വിളതുന്നു, നിങ്ങൾ തന്നെ അയാളുടെ ഭാര്യയെ അപകീർത്തി അല്ലെങ്കിൽ അപമര്യാദയായി പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അത് മഹാപാപമാണെന്ന് തോന്നുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ജീവൻ നയിക്കണമെന്ന് പറയും. അത് സംഭവിക്കുമ്പോഴാണ് നീതിയുടെ അടുത്ത ഘട്ടം പൂർത്തിയാവുന്നത്. അവിടെയും അവസാനിക്കുന്നില്ല. പിന്നെയാണ് സമൂഹത്തോടുള്ള നമ്മുടെ കടപ്പാട്.
ആ സാമൂഹിക ബന്ധങ്ങളിൽ നീതി എന്ന് പറയുന്നത് ഖുർആൻ അടിവരയിട്ട് പറയും. ഒന്ന് രണ്ടെണ്ണം മാത്രം മാതൃകയ്ക്ക് വേണ്ടി ഞാൻ ഉദ്ധരിക്കുന്നു. ഇന്നല്ലാഹ യൗമുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ, അത് അധികാരമാവാം, സമ്പത്താവാം, മറ്റു പലതുമാവാം, അതെല്ലാം അതിന്റെ അർഹരായ ആളുകളെ മാത്രമേ തിരിച്ചേൽപ്പിക്കാവൂ എന്ന് ഖുർആൻ ദൈവം നിങ്ങളോട് കൽപ്പിക്കും. അനർഹരായ ആളുകളെ നിങ്ങൾ ഒരു കാര്യവും ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞ ശേഷം പറയുന്നു, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുമ്പോൾ അത് കോടതി വിധി മാത്രമല്ല, നമ്മൾ ഏത് വിഷയത്തിലും ഇടപെടുകയും തീരുമാനങ്ങൾ എടുക്കുകയും തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ തഹക്കുമുബിൽ അത് നീതിപൂർവ്വം വേണം അപ്പടി ചെയ്യാൻ. എത്ര നല്ല ഉപദേശമാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നത് 4:58 ഖുർആൻ പറയും. വേറെ 5 അധ്യായം 5:8 പറയുന്ന കാര്യം, വിശ്വാസികളെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാവുക. എങ്ങനെ? നീതിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തോടുള്ള വിരോധം ഒരു വ്യക്തിയോടോ ഒരു സമുദായത്തോടോ ഒരു കക്ഷിയോടോ ഒരു രാജ്യത്തോടോ ആരോടായാലും ശരി, അവരോടുള്ള നിങ്ങളുടെ വിരോധം ഒരിക്കലും അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. അവനല്ലേ, അവനോട് എന്തുമാവാം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത്. അവനാണെങ്കിലും ശത്രുവാണെങ്കിലും നീതി അവൻ ചെയ്യണം. നിങ്ങൾ നീതി പാലിച്ചേ മതിയാവൂ എന്ന്. ഇതാണ് സമൂഹത്തോടുള്ള നീതിബോധം എന്ന് പറയുന്നത്. ഡേവിഡ് എന്ന് ബൈബിളിൽ പറയുന്ന, ദാവൂദ് എന്ന് അറബിയിൽ പറയുന്ന, ഖുർആൻ പറയുന്നതായ ആ പ്രവാചകനും രാജാവുമായിരുന്ന ആളോട് ദൈവത്തിന്റെ കൽപ്പന ഖുർആൻ ഉദ്ധരിക്കുന്നു. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർദ്. ദാവൂദേ, നിന്നെ ഈ ഭൂമിയിൽ ഈ രാജ്യത്തിൽ നിന്നെ അധികാരിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു, ജനങ്ങളെ ഭരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷെ നീ ചെയ്യേണ്ടത് നീതി അനുസരിച്ചും സത്യമനുസരിച്ചും മാത്രം അവർ വിധി കൽപ്പിക്കുക. നിന്റെ ഇച്ഛ അനുസരിച്ച് കാര്യങ്ങൾ നീ തീരുമാനിക്കരുത് എന്നുള്ളതാണ്. ഖുർആൻ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് വളരെ വ്യക്തമായ സന്ദേശങ്ങളുമായിട്ട് വേദഗ്രന്ഥം തന്നു. അതുപോലെ സത്യവും അസത്യവും നന്മയും തിന്മയും വേർതിരിക്കാനുള്ളതായ ഒരു മാനദണ്ഡവും നിങ്ങൾക്ക് തന്നു. എന്തിന്? ജനങ്ങൾ നീതി പാലിക്കാൻ വേണ്ടി. ലിയഖൂമന്നാസ് ബിൽ അദിൽ, നീതി പാലിക്കാൻ വേണ്ടി എന്ന് പറയും. ചുരുക്കത്തില് ഞാൻ കൂടുതൽ ഉദ്ധരണികൾക്ക് സമയം കളയുന്നില്ല. എവിടെ നോക്കിയാലും ഖുർആൻ ഏറ്റവും ശക്തമായി ഊന്നിപ്പറയുന്ന ഒരു കാര്യം ഈ നീതിയുടെ കാര്യം. നീതി എവിടെയൊക്കെ ലംഘിക്കപ്പെടുവോ അതിൽ ഇടപെടണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്യും. അതിൽ ഏറ്റവും ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നീതി തേടുന്ന, നീതി അറിയിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീകളാണ്, പുരുഷനല്ല. എന്നിട്ട് അതിന് പ്രവാചകൻ അതിനൊരു മാനദണ്ഡം പറഞ്ഞു. എന്താ? ശക്തമായ ഒരു മാനദണ്ഡമാണ്. നിങ്ങളിൽ ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം നിങ്ങളുടെ ഭാര്യയ്ക്ക് അയാൾ സുസമ്മതനാണോ, അയാൾക്ക് പ്രിയങ്കരനാണോ എന്നാണ് നോക്കേണ്ടത്. വേറെ എല്ലാവരും കൂടെ വോട്ട് ചെയ്ത് നിങ്ങൾ അധികാരത്തിൽ കൊണ്ടുവന്നാൽ പോലും ഭാര്യയുടെ ദൃഷ്ടിയിൽ ഇയാൾ കൊള്ളരുതാത്തവനാണെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. സ്വന്തം കുടുംബത്തോട് സ്നേഹപൂർവ്വം പെരുമാറാനും അങ്ങനെ ഭാര്യയുടെയും മക്കളുടെയും സ്നേഹം പിടിച്ചു പറ്റാനും ഒരു മനുഷ്യൻ സാധിച്ചാൽ അയാളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനെന്നാണ് പറയുന്നത്. നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും സ്നേഹപൂർവ്വം വർത്തിക്കുക എന്ന് ഖുർആൻ പറയും. നിരന്തരമായി അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രം, പ്രവാചകൻ അത് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിലത്തെ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, മരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത അവസാനത്തെ ഹജ്ജിൽ, അതിൽ അദ്ദേഹം തന്റെ സദസ്യരെ, തന്റെ ശിഷ്യന്മാരെ മുഴുവനുമായി അഭിസംബോധന ചെയ്ത ഒരുപക്ഷെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയേണ്ടതായ ആ സന്ദേശത്തിൽ ഒടുവിൽ അദ്ദേഹം നിർത്തുമ്പോൾ പറയുന്നു, വസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ, സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണമെന്ന എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം. നിങ്ങളെ ദൈവം തമ്പുരാൻ അവരെ നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ്. ഒരിക്കലും അവരെ ചെറിയ വക്രതകളൊക്കെ പ്രകൃതിയിൽ ഉണ്ടെങ്കിൽ അത് അടിച്ചു നിരപ്പാക്കി തിരുത്താൻ നിങ്ങൾ ശ്രമിക്കരുത്. അതവരുടെ പ്രകൃതിയുടെ ഭാഗമാണ്. അതങ്ങനെ നിങ്ങൾ വിട്ടേക്കണം. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ നീതി, മാതാപിതാക്കളോടുള്ള നീതി, മക്കളോടുള്ള നീതി, അതുപോലെ അയൽക്കാരോടുള്ള നീതി എന്നൊക്കെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു ഏറ്റവും വലിയ സംഭവം ഖുർആൻ പറയുന്നത്, സമൂഹത്തിൽ ശേഷിയും സമ്പത്തും കഴിവുമുള്ള ആളുകൾ അത് തങ്ങൾക്ക് കിട്ടിയ എന്തോ ഒരു മഹാനുഗ്രഹമാണ്, തങ്ങളുടെ കഴിവ് കൊണ്ട് ആർജിച്ചെടുത്തതാണ് എന്ന ഒരഹങ്കാരവും ആർക്കും ഉണ്ടാവരുത്. അതിന് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നത് ബൈബിളിൽ പഴയ നിയമത്തിലെ ഒരു കഥാപാത്രത്തെയാണ്. ബൈബിളിന്റെ ഭാഷയിൽ അത് അയാൾ കോര എന്ന പേരിൽ അറിയപ്പെടും. ഖുർആനിൽ അത് കാറൂനാണ്. ഈ കാറൂന്റെ ഏറ്റവും വലിയ തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ മഹാസമ്പന്നായിരുന്നു.
അയാൾ താക്കോൽ കൂട്ടം വഹിക്കാൻ തന്നെ ഒരു കൂട്ടം ആളുകൾ വേണ്ടിയിരുന്നു എന്നാ പറയും. അത്ര ഭയങ്കരനായ മുതലാളി. പക്ഷെ അയാൾ കുഴപ്പമെന്താ, എന്റെ ഈ കഴിവുകളെയും എന്റെ അപാരമായ സമ്പത്തൊക്കെയും എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണ്, എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണെന്ന് അയാൾ അഹങ്കരിച്ചിരുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളതായ ആ ഒരു മനുഷ്യന്റെ മനസ്സ് ഇന്നത്തെ ആധുനിക മുതലാളിത്തം എല്ലാ മനുഷ്യർക്കുമായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ടാണ് സാമ്പത്തിക മാന്ദ്യവും സമൂഹത്തിലെ സമ്പത്തിന്റെ കേന്ദ്രീകരണവും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട സമൂഹങ്ങൾ ആർക്കും പറയാൻ പറ്റില്ല അല്ലെന്ന്. ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിമീങ്ങളിലും എല്ലാ മതസ്ഥരിലും പെട്ട എല്ലാ വിഭാഗം ആളുകളും അനേകം ദരിദ്ര ജനകോടികളുണ്ട് എന്ന സത്യം ആർക്ക് നിഷേധിക്കാൻ പറ്റും? പട്ടിണി പാവങ്ങളായ ആളുകൾ. നമ്മളിപ്പോ സ്ലം ഡോഗ് മില്യനർ എന്ന് പറയുന്ന ഹോളിവുഡ് സിനിമയ്ക്ക് അവാർഡ് കിട്ടി 8 പുരസ്കാരങ്ങൾ, ഓസ്കാർ പുരസ്കാരങ്ങൾ കിട്ടിയാൽ 2 നമ്മളെ റഹ്മാൻ റസൂലിനും ഒക്കെയാണെന്നും പറഞ്ഞാൽ നമ്മളെ നല്ല കാര്യം, ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, സ്ലം ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെരുവ് നായ. ഈ തെരുവുകൾ നമ്മൾ സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾക്ക് ശേഷവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അത് ഹോളിവുഡ് കൊണ്ടുകാരൻ തിരക്കഥേരി വന്ന് പകർത്തി ലോകത്തെ കാണിക്കുന്നു. അതിൽ നമ്മളുടെ തല കുനിയേണ്ടതാണ് സത്യത്തിൽ. പക്ഷെ അതല്ല, അത് നന്നായിട്ട് നല്ല ഒരു തെരുവ് പയ്യനായിട്ട് അഭിനയിക്കുന്നവൻ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മൾ ചരിതാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ കൃതജ്ഞനാവുകയാണ്. വല്ലാത്തൊരു വൈരുദ്ധ്യമാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ, ഈ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ സമ്പത്തിന് നീതിപൂർവമായ വിതരണമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നു. ഇല്ലാത്തവൻ ഉള്ളവൻ ഔദാര്യമായിട്ടല്ല ഖുർആൻ പറയുന്നത്, ഒരിക്കലും അത് ഔദാര്യമല്ല. ഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. അവിടെ സമ്പത്തില് ആവശ്യമുള്ള ആളുകൾക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്കും അവകാശമുണ്ട് എന്നതിനെ ഹക്ക്, അവകാശം. അയാളുടെ അവകാശം എല്ലാവരുടെയും അഭിമാനവും മാന്യതയും സംരക്ഷിച്ചുകൊണ്ട് അയാൾ കൊടുത്തേ മതിയാവും. ജില്ലിക്കാശായിട്ടല്ല, ജീവിക്കാനുള്ളതായ അയാളുടെ അവകാശമാണ്. ആ അവകാശം സമ്പന്നരായ ആളുകൾ നൽകിയേ മതിയാവും. അതിനാണ് ഇസ്ലാം അതിന്റെ 5 സ്തംഭങ്ങളിൽ 3-ാമത്തേതായിട്ട് സക്കാത്ത് ഏർപ്പെടുത്തിയത്. സക്കാത്ത് എന്ന് പറയുന്ന പദത്തിനർത്ഥം തന്നെ സംസ്കരണമാണ്. നിങ്ങളെ മനസ്സിനെ സംസ്കരിക്കണമെങ്കിൽ, നിങ്ങളെ ധനത്തെ സംസ്കരിക്കണമെങ്കിൽ അതിന്റെ വിഹിതം സമൂഹത്തിലെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, പാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അത് കൊടുത്തേ മതിയാവും എന്ന് പറയും. കൊടുത്തെങ്കിലേ അയാൾ മുസ്ലിമാവും. ഇത് നീതിയുടെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. സമ്പത്തിനെ കുറിച്ച് ഖുർആന്റെ ഭാഷ ും ഈ പണം സമ്പത്ത് എന്നൊക്കെ പറയുന്നത് കുറച്ച് പണക്കാരുടെ നിന്ന് കടന്ന് കറങ്ങേണ്ട ഒന്നല്ല. എല്ലാ മനുഷ്യർക്കും അതിന്റെ പ്രയോജനം ലഭിക്കണം. ദൈവം പിന്നെ എന്തിനങ്ങനെ തന്നു എന്ന് ചോദിച്ചാൽ എവലോക്കും ഫീമാത്താക്കും. നിങ്ങൾക്ക് നൽകിയ നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന്. പ്രാർത്ഥന വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. കീർത്തനം വളരെ സൗകര്യമുള്ള കാര്യമാണ്. ജപവും പ്രാർത്ഥനയും കീർത്തനവും ഒക്കെ എല്ലാ മതങ്ങളിലുണ്ട്. അത് വളരെ ഈസി ആയിട്ട് നമ്മളൊക്കെ ഭക്തരായിട്ട് കൊണ്ടു നടക്കും. അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ 2 വട്ടം ആലോചിക്കും. ദാരിദ്ര്യമാണ് നമ്മൾ ഭയപ്പെടുന്നത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടരുത്, പിശാചാണ് നിങ്ങളെ അതിനെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ ദരിദ്രരായിരുന്നില്ലേ? ആ ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കിയില്ലേ? അതുകൊണ്ട് ആ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം എന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞാൽ സാമൂഹിക നീതിക്കുള്ള മതത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളുള്ളത്. ഈ രീതിയിൽ എല്ലാ രംഗത്തും നീതിയെക്കുറിച്ച് അതിശക്തമായ ഊന്നലുകൾ നൽകുന്നത് ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായി 2 കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട്. ഒന്ന്, അചഞ്ചലവും അതീവ സൂക്ഷ്മവും കൃത്യവുമായ ദൈവവിശ്വാസം. 2ാമതായിട്ട് തദടിസ്ഥാനത്തിലുള്ള വിശ്വമാനവികത. ലോകത്തെങ്ങുമുള്ള മനുഷ്യരെ ഒന്നായി കാണുക. മനുഷ്യരൊക്കെയും ഒരു ചീർപ്പിന്റെ ഈ പല്ലുകൾ പോലെയാണ്. അതിലൊന്നൊന്നിനേക്കാൾ വലുതായോ കുറഞ്ഞോ ഇരിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ചീർപ്പുകൊണ്ടൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ അവരെ കാണാൻ കഴിയണം. മനുഷ്യരൊക്കെയും ഒരു ശരീരം പോലെയാണ്. ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ ബാക്കിയുള്ള അവയവങ്ങൾ അത് അയാൾക്ക് ബാധിച്ചതാണ്, ഞങ്ങൾക്ക് സുഖമായി ഉറങ്ങാമെന്ന് തിരിഞ്ഞ നടപ്പുള്ള കാര്യമല്ലെങ്കിൽ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ രോഗബാധിതരാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്, പീഡനങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ്, ജീവിക്കാനുള്ള അവകാശം പോലെ നിഷേധിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സാമൂഹിക ധാർമ്മിക പുനഃസംവിധാനത്തെ കുറിച്ചാണ് സത്യം പറഞ്ഞാൽ മതം സംസാരിക്കുന്നത്. അച്ഛനൊരു കാര്യം നേരത്തെ ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു. അതായത് ആദാമിന് 2 മക്കളായ ആയേനും കായന്റെയും കഥ.
അത് ഖുർആന്റെ ഭാഷയിൽ ആബീലും കാബീലുമാണ്. ആ സംഭവം ചുരുക്കി പറഞ്ഞ ശേഷം ഒരു കാര്യം ഉദ്ധരിക്കുന്നു. അതാണ് പ്രത്യേകിച്ചും ശ്രദ്ധേയമായത്. മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ. അന്ന് തൊട്ട് ഇസ്രായേലിന്റെ മക്കൾക്കും ബാക്കി എല്ലാവർക്കും നമ്മൾ നിയമമാക്കുക തന്നെ ചെയ്തു. എന്ത്? അന്നഹു മൻ ഖതൽ നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതൽനാസ ജമീഅ. ഏതെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യ ജീവിയുടെ ജീവൻ എടുത്താൽ, ആത്മരക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന കൃഷ്ണൻ വേറെ, അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. അതല്ലാതെ അന്യായമായിട്ടൊരു മനുഷ്യനെ ആരെങ്കിലും അയാളുടെ ജീവൻ എടുത്തു കളഞ്ഞാൽ അയാൾ ഫകഅന്നമാ ഖതൽനാസ ജമീഅ, മനുഷ്യ സമുദായത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണവൻ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 637 കോടി മനുഷ്യന്റെ ഘാതകരാണ് ഈ ഒരൊറ്റ കൊലപാതക കുറ്റത്തിൽ കുറ്റം തെളിയിക്കപ്പെട്ട മനുഷ്യൻ. ഇതാണ്. നേരെ മറിച്ചും പറഞ്ഞു, ഒമൻ അഹിയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ ജീവിക്കാൻ അനുവദിച്ചാൽ, മനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടോ, രോഗം കൊണ്ടോ, പട്ടിണി കൊണ്ടോ, അവഗണന കൊണ്ടോ, എന്തുകൊണ്ടോ ആവാം, നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ ജീവിതം പ്രദാനം ചെയ്താൽ നിങ്ങൾ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണെന്ന് ഖുർആൻ പറയും. ഇതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് ഞാൻ പറയും. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, അതാണ് നീതി എന്ന് പറയുന്നത്. അപ്പൊ ജീവിക്കാൻ അനുവദിക്കാനുമുള്ള ഈ സന്ദേശം ഉൾക്കൊള്ളേണ്ടവർ തന്നെ എന്തുകൊണ്ട് തീവ്രവാദികളും ഭീകരവാദികളും അക്രമികളും കലാപകാരികളും അട്ടിമറിക്കാരുമായി മാറുന്നു എന്നതിന്റെ ചോദ്യത്തിന് ഉത്തരം ഇവിടെയുണ്ട്. അവർ മതം പഠിച്ചില്ലെന്നുള്ളതാണ്. മതം എന്ന് പറയുന്നത് ശാന്തിയുടെയും സന്ദേശത്തിന്റെയും സന്ദേശമാണെന്ന്, മതം എന്ന് പറയുന്നത് ദൈവം മനുഷ്യരെ നേർവഴിക്ക് നടത്താൻ നൽകിയതാണെന്ന്, മതം എന്ന് പറയുന്നത് സ്വന്തം തന്നെ മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാണെന്ന്, അവനെ മലിനീകരിക്കാനോ ദൂഷിപ്പിക്കാനുള്ളതല്ല എന്ന് അവർ മനസ്സിലാക്കിയില്ല. മതം എന്ന് പറയുന്നത് വികാരം മാത്രമാണ്, തനിക്ക് അതിന് സൗകര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ഉപകരണം മാത്രമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതിന്റെ ഫലമായിട്ട് ഭൂമുഖത്താകെ നാശം. അതും ഖുർആൻ പറയുന്നു, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് അയ്ദിൻ നാസ്. കരയിലും കടലിലും ഒക്കെയും കലാപങ്ങളും കുഴപ്പങ്ങളും പ്രകടമായിരിക്കുന്നു. എന്തുകൊണ്ട്? ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യകരങ്ങൾ പ്രവചിച്ചത് കൊണ്ട്, വേറെ ഒന്നും കൊണ്ടുവല്ല. നമ്മുടെ വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം? എല്ലാം യോഗമാണ്, വിധിയാണ്, ദൈവനിശ്ചയമാണ് എന്ന് സമാധാനിച്ചിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്തുകൊണ്ട്, ഇതാണ് സംഭവം. അതിനാൽ നമ്മൾ ഡോക്ടർ രാധാകൃഷ്ണൻ പലപ്പോഴും പറയാറുണ്ടായിരുന്ന പോലെ വിശ്വാസത്തിലേക്ക് വീണ്ടും ഒരു വീണ്ടെടുപ്പിന്റെ ഏറ്റവും സന്നിഗ്ധമായ അവസാന നിമിഷങ്ങളിലൂടെയാണ് ലോകവും നമ്മൾ കടന്നു. നമുക്ക് വിശ്വാസത്തിലേക്ക് മടങ്ങാം, ദൈവികമായ നിർമ്മലമായ ദൈവവിശ്വാസത്തിലേക്ക്, മാനവികതയിലും സാഹോദര്യത്തിലും സ്നേഹത്തിലും മൈത്രിയിലും രമ്യതയിലുമുള്ള വിശ്വാസത്തിലേക്ക്, തിന്മകളിൽ നിന്ന് മുക്തമായ നന്മയുടെയും സത്യത്തിന്റെയും നീതിയുടെയുമായ ഒരു ലോകം പണിയാൻ നമുക്ക് കഴിയുമെന്ന വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇതിന് സമയം നൽകിയ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥനകളോടെ ഞാൻ അവസാനിപ്പിക്കും.